അങ്ങനെ നമ്മൾ ഡാൻസും പാട്ടും പരിപാടിയൊക്കെ ആയിട്ടാണ് ഞങ്ങൾ ഇവിടെ അടിച്ചു പൊളിച്ചോണ്ടിരിക്കുകയാണ്. മഞ്ഞിരാത്തിന്റെ ഇത് നോക്കിയാണ്. അടുത്താള് ഞങ്ങളിതാ ഇപ്പൊ ഇവിടെ ഒരു സ്ഥലത്ത് ഇറങ്ങാൻ വേണ്ടിട്ട് പോവാണ്. ആണ്ടെ കാലെടുത്ത് വെക്കാൻ പോകുന്ന എന്റെ മഞ്ഞിനകത്തോട്ടാണ് എന്റെ പോലെ. അങ്ങനെതാ ആണ്ട മഞ്ഞ് നല്ല രീതിക്ക് പെയ്തോണ്ടിരിക്കുകയാണ്. നോക്കി, ഇതാണ് ഇവിടുത്തെ അവസ്ഥ. കൊള്ളാല്ലേ, അടിപൊളി അവസ്ഥ. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു അവസ്ഥയിൽ നിൽക്കുന്നത്. അപ്പോഴേ ഇവിടുന്ന് പറഞ്ഞായിരുന്നു രാവിലെ ആകുമ്പോഴത്തേക്ക് ഇവിടെ മഞ്ഞായിരിക്കുമെന്ന്. പക്ഷെ ഇത്രയും കാണുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അത് നോക്കി, ജസ്റ്റ് ഒന്ന് പുറത്തോട്ട് ഇറങ്ങിയതേ ഉള്ളൂ. ഇതുണ്ട്, മഞ്ഞ് നല്ല രീതിക്ക് വീഴുന്നുണ്ട് കേട്ടോ. ഇപ്പം അങ്ങനെ സ്നോഫാളും കണ്ടു. ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു കേട്ടോ, സ്നോഫാളൊക്കെ ഒന്ന് അനുഭവിക്കണമെന്നുള്ള. ഗുഡ് മോർണിംഗ്. നമ്മളിതാ ഇന്ന് കട്ടറയിൽ നിന്ന് ഇറങ്ങുകയാണ്. വൈഷ്ണവി ദേവി മന്ദിറിൽ നിന്നൊക്കെ ദർശനമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഇനി പോകാൻ പോകുന്നത് പാറ്റ്നി ടോപ്പിലോട്ടാണ്. നമ്മൾ പാറ്റ്നി ടോപ്പിലോട്ട് പോകുന്നതിന് വേണ്ടിയിട്ട് ഞാൻ തന്നെ റോഡിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏതെങ്കിലും വണ്ടിയൊക്കെ ലിഫ്റ്റ് കിട്ടുമോ നോക്കണം. ഇനി നമുക്ക് പാറ്റ്നി ടോപ്പിലോട്ട് പോവാം. അപ്പോൾ നമ്മളിതാണ്ട് നമുക്കൊരു ലിഫ്റ്റൊക്കെ തന്നാണ്ട് ചേട്ടൻ നമ്മളെ ഇങ്ങനെ മെയിൻ റോഡ് വരെ കൊണ്ടുവന്ന് എത്തിച്ചേക്കാണ്. ചേട്ടനൊരു പൂജാരിയാണ്. അപ്പോൾ വരുന്ന വഴിക്ക് എനിക്ക് ലിഫ്റ്റൊക്കെ തന്നു. ചേട്ടൻ ജമ്മുവിലോട്ടാണ് പോകുന്നത്, എനിക്ക് കാശ്മീരിലോട്ടാണ് പോകേണ്ടത്. അപ്പോൾ താങ്ക് യു ഭയ്യ, താങ്ക് യു സോ മച്ച്. നമുക്ക് വേണ്ട നേരെ പോകാൻ ഇനി ഉധംപൂറിന് 38 കിലോമീറ്ററാണ്, ശ്രീനഗറിന് 220, ലഡാക്കിന് 677 കിലോമീറ്ററുണ്ട്. നമുക്ക് ആദ്യം എന്തായാലും പാറ്റ്നി ടോപ്പിലോട്ട് പോകാം. പാറ്റ്നി ടോപ്പിലോട്ട് പോകുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ നോക്കുന്നത്. വണ്ടി ഒന്ന് ലിഫ്റ്റ് കിട്ടണം. ഇവിടുന്ന് ഇനി മെയിൻ റോഡിൽ നിന്ന് ശ്രീനഗറിന് പോകുന്ന വഴിക്കുള്ള ലിഫ്റ്റ് വല്ലതും നോക്കണം, എന്നാലേ നമുക്ക് പോകുന്ന വഴിക്ക് പാറ്റ്നി ടോപ്പിൽ ഇറങ്ങാൻ പറ്റൂ. അങ്ങനെ എന്തായാലും കുറച്ച് നേരത്തേക്ക് നമുക്കൊരു ലിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. ഇതാ ഈ ചേട്ടന്മാരാണ് നമുക്ക് ലിഫ്റ്റ് തരുന്നത് കേട്ടോ. ब्रदर नेम? मेरा नाम शमित है. शमित, आपका? नकुल. ഓക്കെ, രണ്ടുപേരുമാണ് കേട്ടോ. കാരണത്തിലേക്ക് അങ്ങോട്ട് കുറച്ച് ദൂരം ലിഫ്റ്റ് വരുന്നുണ്ട്. പിന്നെ അവിടുന്ന് ഒരു 10-20 കിലോമീറ്റർ പോകേണ്ടി വരും നമുക്ക് പാറ്റ്നി ടോപ്പിലോട്ട്. എന്തായാലും നമുക്ക് അവിടെ ചെന്നിട്ട് നോക്കാം. എന്തായാലും നമുക്ക് മുന്നോട്ട് യാത്ര ചെയ്യാം. അങ്ങനെ നമ്മളിപ്പോൾ ഇതാ ഉധംപൂറിലെത്തിയിട്ടുണ്ട്. ഉധംപൂറിൽ ചേട്ടന്മാരെന്നെ ഡ്രോപ്പ് ചെയ്തിട്ട് പോകാൻ വേണ്ടിയിട്ട് പോവാണ്. അവർക്ക് ഇവിടുന്ന് അകത്തോട്ട് എവിടെയോട്ടാണ് പോകേണ്ടത്. അപ്പോൾ നമ്മളെന്തായാലും ഇതാ ഇവിടെ ഇറങ്ങുകയാണ്. ഇവിടുന്ന് ഇറങ്ങിയിട്ട് നമുക്കിനി വീണ്ടും പാറ്റ്നി ടോപ്പിലോട്ട് പോകാൻ വേണ്ടിയിട്ട് അടുത്ത ലിഫ്റ്റ് നോക്കാം. അങ്ങനെ നമുക്ക് എന്തായാലും മറ്റൊരു ലിഫ്റ്റ് കിട്ടി. ആണ്ടെ ലോറിക്കകത്ത് ആണ്ടി ചേട്ടനാട്ടോ ലിഫ്റ്റ് തരുന്നത്. आपका नाम? ഹേംരാജ്. ഓക്കെ, അപ്പോൾ ചേട്ടനാണ് കേട്ടോ നമുക്ക് ലിഫ്റ്റ് തരുന്നത്. നമ്മൾ നേരെ കണ്ട പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. മനോഹരമായ പ്ലേസ് ആണ് കേട്ടോ. നോക്കിയേ, ആകാശമൊക്കെ നോക്കി, എന്താ ഭംഗിയാന്ന് നോക്കി. ആകാശമൊക്കെ കാണാൻ നമ്മൾ ഈ വഴിയൊക്കെയാണ് നേരെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതൊക്കെ ഒരു രസമുള്ള കാഴ്ചകൾ തന്നെയാണ് കേട്ടോ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നതൊക്കെ. ഇനി അങ്ങോട്ട് പോകുമ്പോൾ മഞ്ഞൊക്കെ വരും. മഞ്ഞ് നമ്മൾ മഞ്ഞ് കാണാൻ വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ട് ഇറങ്ങിയാൽ. ചെല്ലുമ്പോൾ മഞ്ഞൊക്കെ കണ്ടാൽ മതിയായിരുന്നു. അപ്പോൾ ഒക്കെ ചെറുതായിട്ട് മഴയൊക്കെ പൊടിച്ചിട്ടുണ്ട്. ഗ്ലാസിനകത്തൊക്കെ വെള്ളത്തുള്ളികളൊക്കെ കിടക്കുന്നത് കാണാൻ പറ്റുന്നത്. നോക്കി നമ്മൾ ഇത് വഴിയൊക്കെ കയറി പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. മനോഹരമായ വഴികളൊക്കെയാണ് ഇങ്ങോട്ട് ചെല്ലുമ്പോൾ. മരങ്ങളൊക്കെ കാണാൻ, അടിപൊളി മരങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. നമുക്കങ്ങനെ നേരെ നമ്മൾ നേരെ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാറ്റ്നി ടോപ്പിൻ്റെ മുകളിൽ വരെ ചേട്ടൻ കൊണ്ടുവന്ന് വിടും. പുള്ളി അങ്ങോട്ടേക്കാണ് വരുന്നത്. അതുകൊണ്ട് നമുക്ക് എന്തായാലും അവിടെ വരെ പോകാൻ പറ്റുന്നത്. അതുകൊണ്ട് നോക്കി നല്ല സീനറിയാണ് കേട്ടോ ഇവിടുന്ന് കാണാൻ പറ്റുന്നതൊക്കെ. മലനിരകളും മരങ്ങളും ഒക്കെ ആയിട്ട് അടിപൊളിയായിട്ട് ഇരിക്കുന്നുണ്ട്. നല്ല സുന്ദരമായ കാഴ്ചകളാണ് ഇവിടെ. അങ്ങനെ നമ്മളിത് ഇപ്പം കുദ്ദെന്ന് പറയുന്ന ഒരു സിറ്റിയിലോട്ട് എത്തിയിട്ടുണ്ട്. ഇത് ഒരു ചെറിയൊരു സിറ്റിയാണ്. നമ്മളിതാ ഈ കുദ്ദിലൂടെ നേരെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ചേട്ടൻ നമ്മൾ കണ്ട പാറ്റ്നി ടോപ്പിൽ കൊണ്ടുവന്ന് ഇറക്കാൻ പോവുകയാണ്. ഞാനിവിടെ എത്തിയിട്ടുണ്ട്. നോക്കിയാൽ പുറത്തോട്ടൊക്കെ നോക്കിയാൽ എന്താ അടിപൊളിയാന്ന് നോക്കി. നമുക്കപ്പം പുറത്തോട്ടിറങ്ങിയിട്ട് നമുക്ക് ബാക്കി വിശേഷങ്ങൾ കാണാം. സ്റ്റേക്കുള്ള വക ഒപ്പിക്കണം. അപ്പോൾ നമുക്ക് ആദ്യം പുറത്തോട്ടിറങ്ങാം. അങ്ങനെ നമ്മളെന്തായാലും പാറ്റ്നി ടോപ്പിലെത്തി. ഓക്കെ, നല്ല മനോഹരമായ സ്ഥലമാണ് കേട്ടോ. പിന്നെ ചെറുതായിട്ടൊക്കെ മഴ പൊടിക്കുന്നുണ്ട്. പുള്ളി പറഞ്ഞാൽ മഴ പൊടിക്കുന്നുണ്ട്. നാളെ ചിലപ്പോൾ മഞ്ഞ് വീഴാൻ സാധ്യത ഉണ്ടെന്നൊക്കെ പറയുന്നു. അറിയത്തില്ല. മഞ്ഞ് വീണായിരുന്നെങ്കിൽ നമുക്ക് കാണാമായിരുന്നു. ഇല്ലെങ്കിൽ പിന്നെയും മുകളിലോട്ട് കയറുമ്പോഴൊക്കെ മഞ്ഞുണ്ട്. മഞ്ഞുള്ള വഴിക്ക് നമ്മൾ പോകും. എന്തായാലും ഇവിടെ വരെ മഞ്ഞ് കാണാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. മോർണിംഗ് നമ്മളങ്ങനെ പാറ്റ്നി ടോപ്പിൻ്റെ മുകളിലോട്ട് കയറാനായിട്ട് പോവുകയാണ്. താണ്ട നമ്മൾ സ്റ്റേ ചെയ്തിരുന്ന സ്ഥലം ഇതായിരുന്നു കേട്ടോ. ഇവിടുത്തെ തണുപ്പ് നോക്കിയേ. താണ്ട മൊത്തം മൂടൽമഞ്ഞ് അടിച്ച് കിടക്കുകയാണ് കേട്ടോ. ഏകദേശം 1 മണി ആയിട്ടുണ്ട് സമയം.
ഉച്ചയ്ക്ക് 1 മണിക്കാണ് താണ്ട നമ്മളീ കാണുന്ന അവസ്ഥ. നോക്കിയേ, ഒന്നും കാണാൻ പറ്റത്തില്ല. ഫ്രണ്ടിലോട്ടൊക്കെ ഫുള്ളും മൂടൽമഞ്ഞാണ്. ഓക്കെ, അടിപൊളിയല്ലേ? നോക്കി രസമുണ്ടല്ലേ? ഉള്ള ഇതിനിടയ്ക്കൂടൊക്കെ ഈ മരങ്ങളൊക്കെ നിൽക്കുന്നതാണ് ഒരു പ്രത്യേക ഭംഗിയുണ്ട് കേട്ടോ. ഇവിടുന്ന് എന്തായാലും നമ്മളിനി മുകളിലോട്ട് പോകണം. ഇന്നലെ ഇവിടെ ഭയങ്കര മഴയൊക്കെ ആയിരുന്നു. ഇന്നലെ രാത്രി നല്ല മഴയൊക്കെ പെയ്യുന്നുണ്ടായിരുന്നു. കറണ്ടൊക്കെ പോയായിരുന്നു. പിന്നെ ഇനിയിപ്പോൾ മഞ്ഞ് വീഴാനുള്ള പരിപാടിയാണെന്നാണ് അവർ പറഞ്ഞത്. പക്ഷേ മഞ്ഞൊന്നും വീണിട്ടില്ല ഇതുവരെ. ഇവിടെ മഞ്ഞ് വീണ് ഞാൻ കണ്ടില്ല ഇതുവരെ. നമ്മളിപ്പോൾ ഒരു ഗാർഡനിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ മഞ്ഞില്ലെങ്കിൽ പ്രത്യേകിച്ച് വലിയ സംഭവമൊന്നും ഇല്ലെന്ന് തോന്നുന്നു. എനിക്കറിയത്തില്ല പട്നി ടോപ്പിനെ പറ്റി കൃത്യമായിട്ട്. നമ്മളിപ്പം മേളിലോട്ട് കയറി വന്നിട്ട് ഇതാണ്ട ഇത് കുറച്ച് ഗാർഡനും കാര്യങ്ങളും ഒക്കെയാണ്. അല്ലാതെ വലിയ സെറ്റപ്പൊന്നും ഇവിടെ ഇല്ല. നമുക്ക് മഞ്ഞ് കിട്ടുന്ന സ്പോട്ടാണ് നമ്മൾ നോക്കുന്നത്. ഇത് വരേണ്ടവർക്ക് വേണം വരാം. യൂത്ത് ഹോസ്റ്റൽ എന്ന് പറയുന്ന ഒരു ബോർഡൊക്കെ വെച്ചേക്കുന്ന ഒരു ഗാർഡൻ്റെ സ്പോട്ടാണിത്. വേറെ വലിയ സംഭവമൊന്നും അതിനകത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പിന്നെ അതൊന്ന് ഷൂട്ട് ചെയ്യാതെ. നമുക്കെന്തായാലും ഇവിടുന്ന് പോകുമ്പം ഒരു ലേക്കുണ്ട്. ലേക്കിൻ്റെ അടുത്തോട്ട് പോകുമ്പോഴാണ് മഞ്ഞ് കിടക്കുന്ന സ്ഥലം ഉണ്ടെന്നാണ് പറഞ്ഞത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടോട്ടൊന്ന് പോയി നോക്കാം. നമുക്ക് അവിടെ പോയി മഞ്ഞുണ്ടോ എന്ന് നോക്കിയിട്ട് വരാം. നമ്മൾ നടന്നു വരുന്ന വഴിക്കേ 2 പട്ടാളക്കാരന്മാർ ചേട്ടന്മാരെ പരിചയപ്പെട്ടു. അതിനകത്ത് ഒരാൾ തമിഴ്നാട്ടുകാരനായിരുന്നു കേട്ടോ. നല്ല കാര്യമായിരുന്നു. പുള്ളി എൻ്റെ അടുത്ത് കാര്യങ്ങളൊക്കെ ചോദിച്ച് പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു തന്നത് ഇവിടുന്ന് കുറച്ച് ദൂരം പോയി കഴിഞ്ഞാൽ നിനക്ക് മഞ്ഞ് കിട്ടും, കുഴപ്പമില്ല, മഞ്ഞ് കാണാൻ പറ്റുമെന്നാണ് പറഞ്ഞത്. നേരെ ആ ഒരു പ്രതീക്ഷയിൽ നമ്മളിതാ നേരെ മുകളിലോട്ട് കയറിക്കൊണ്ടിരിക്കുക. ഏകദേശം 10 കിലോമീറ്ററിന് അടുത്ത് വരെ പോകണം. ഏതോ ഒരു ടോപ്പ് പറയുന്ന കേട്ട്. എത്ര ഏതോ പറഞ്ഞുതരാം. നദാ ടോപ്പ് എന്ന് പറയുന്ന സ്ഥലത്തോട്ട് 10 കിലോമീറ്റർ ഉണ്ട്. ഏകദേശം അങ്ങോട്ട് പോകുന്ന വഴിക്ക് നമുക്ക് മഞ്ഞ് കിട്ടുമെന്നാണ് പറഞ്ഞത്. എന്തായാലും നമുക്ക് നദാ ടോപ്പിലോട്ടൊന്ന് പോയി നോക്കാം. കുറേ നടക്കാനുണ്ട്. നല്ല തണുപ്പാണ് കേട്ടോ. ഏകദേശം 2 ഡിഗ്രി 3 ഡിഗ്രി തണുപ്പുണ്ട് ഇവിടെ. അതാണ് മെയിനായിട്ടൊരു സംഭവം. കയറുമ്പോൾ അതിൻ്റെ ആ ഒരു ഇതറിയാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ കണ്ട വരുന്ന വഴിക്ക് നമുക്ക് എന്തായാലും നടന്നു പോകേണ്ടി വന്നില്ല. കണ്ട് എനിക്ക് കുറച്ച് പേര് ലിഫ്റ്റ് വന്നാണ്ട് ചേട്ടന്മാരൊക്കെ. आपका नाम? राधेश्याम. ओके, आपका? देवाशीष पालोदी. ओके, आपका? उत्तम अधिकारी. ഓക്കെ, അപ്പോൾ ഇവർ 3 പേരും കൂടെ എനിക്കൊരു ലിഫ്റ്റ് വന്ന് ഞാൻ എന്തായാലും വഴിയിൽ നിന്ന് അവരോടെ കയറിയിട്ടുണ്ട്. എന്നാലും നമുക്കിനി മണ്ടക്കോട്ട് പോവാം. മണ്ടക്കോട്ട് എന്നാൽ മഞ്ഞ് കാണാൻ പറ്റുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. നമുക്ക് അവിടെ പോയിട്ട് നോക്കാം. മഞ്ഞുണ്ടാക്കി കാണാം. നമുക്ക് അങ്ങനെ പൈൻമരങ്ങൾ കിടക്ക് കൂടുള്ള ഒരു വഴിയാണ് നമ്മൾ താണ്ടിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പുറം ഇപ്പുറം പൈൻമരങ്ങളാണ് അതിനിടയ്ക്ക് കൂടുള്ളതാ. ഇങ്ങനൊരു മനോഹരമായ വഴി കൂടെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നല്ല ഫോഗിയാണ്, അത്യാവശ്യം നല്ല ഫോഗുണ്ട്. അതുകൊണ്ട് നമ്മൾ വെറും പതുക്കെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് മുന്നോട്ട് പോകും തോറും അത്യാവശ്യം ഫോഗ് കൂടി വരികയാണ് കേട്ടോ. ചില വഴികളൊന്നും കാണാൻ പോലും പറ്റുന്നില്ല. അതാണ് മെയിനായിട്ടുള്ളൊരു പ്രോബ്ലം. കഷ്ടം പാവം പിടിച്ച വണ്ടി ഓടിക്കുന്ന പുള്ളിക്കാരനെ സമ്മതിക്കണം കേട്ടോ. ഇവിടെ മുകളിലോട്ട് കയറുന്നതിന് വേണ്ടിയിട്ട് ചേട്ടൻ ഇവിടെ ഉണ്ട്. ചേട്ടനാണ് കേട്ടോ വണ്ടി ഓടിച്ചോണ്ടിരുന്നത്. വേണ്ട, ഇവരാണ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത്. അപ്പം നമ്മളിങ്ങോട്ട് വന്ന വേണ്ട ഇവിടുന്ന് ജാക്കറ്റ് കാര്യങ്ങളൊക്കെ വാങ്ങണം. കാര്യം പ്രത്യേകതരം ഷൂവും അതേപോലെ തന്നെ വേറെ ജാക്കറ്റ് ഇട്ടുകൊണ്ട് വേണം അങ്ങോട്ട് കയറാനെന്നാണ് വേണ്ട ചേട്ടൻ പറഞ്ഞു തന്നത്. ഇവിടുത്തെ വേണ്ട ചൂട് കൊള്ളാൻ വേണ്ടിയിട്ടിരിക്കുകയാണ്. വേണ്ട കണ്ടുവിട്ടൊരു പയ്യനൊരു പോണ്ട്. ഹായ്, കണ്ടുവിട്ടിരുന്നത് എല്ലാവരും ചൂട് കൊള്ളാണ്. ഭയങ്കര തണുപ്പാണ് കേട്ടോ. നമ്മളൊക്കെ സംസാരിക്കുമ്പോൾ വേണ്ട ഭയങ്കരത്തൊക്കെ പോകുന്നുണ്ട. നൈസാണ്. ഇവിടെ ചുറ്റും തന്നെ പോകാണ്. ഇത് നോക്കി അടിപൊളി സ്ഥലമാണ് കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടു. സ്ഥലം നൈസാണ്. ഇവിടെ അങ്ങോട്ട് പോകുമ്പോൾ എന്തായാലും നല്ല മഞ്ഞുണ്ടെന്നാണ് പറഞ്ഞത്. നമ്മൾ പൊടിക്കും. ഇപ്പോൾ ഇതാ ഏകദേശം ഫോഗൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. നമ്മൾ നമ്മുടെ മുകളിലോട്ട് കയറി പോയിക്കൊണ്ടിരിക്കുകയാണ്. ചേട്ടന്മാരൊക്കെ പോയി അവിടുന്ന് ജാക്കറ്റും ഷൂ ഒക്കെ വാങ്ങി. ഞാൻ വാങ്ങിയില്ല, ഞാനിത് തന്നെ നമ്മുടെ സ്വന്തം ജാക്കറ്റും നമ്മുടെ സ്വന്തം ഷൂ. നോക്കാം എന്താവുമെന്ന്. നമ്മളിപ്പോൾ ഇവിടെ കണ്ട ചേട്ടൻ വെള്ളം മേടിക്കാൻ വേണ്ടി നിർത്തിയാണ്. അന്നേരം എന്താ ഇവിടെ നിന്നൊക്കെയുള്ള തറയിലോട്ടൊക്കെ ഉള്ള വ്യൂ കണ്ട നല്ല രസമുണ്ട് കാണാൻ അങ്ങോട്ട് കേട്ടോ. വേണ്ട അങ്ങനെ നമ്മൾ ആദ്യമായിട്ട് ജീവിതത്തിൽ ആദ്യമായിട്ട് മഞ്ഞ് കാണുകയാണ്. മഞ്ഞ് വീണ് കിടക്കുന്ന എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കാണുന്നതാണ്. നോക്കി കൊള്ളാലാടെ നമ്മൾ പോകുന്ന വഴിക്കേണ്ട ആദ്യം കാണുന്ന മഞ്ഞാണ്. ഇവിടുന്ന് അങ്ങോട്ടങ്ങോട്ട് പോകുമ്പം ഇനി മഞ്ഞിൻ്റെ അളവ് കൂടും. ഓക്കെ, പോകുന്ന വഴിയിലൊക്കെ കണ്ട പുറത്തൊക്കെ നോക്കി നോക്കി കണ്ട മഞ്ഞ് കിടക്കുന്നുണ്ടോ? മഞ്ഞ് കിടക്കുന്നത് കണ്ടു. എന്തായാലും ബാക്കി ഞാൻ അങ്ങോട്ട് വന്നിട്ട് ബാക്കി മഞ്ഞ് കിടക്കുന്ന വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം. ആദ്യം ഇവിടുത്തെ മഞ്ഞൊക്കെ നമുക്ക് ആദ്യം കണ്ട് ആസ്വദിച്ച് അങ്ങോട്ട് പോകാം. ഇതുണ്ടോ ഈ കിടക്കുന്നതൊക്കെ മഞ്ഞാണ് കേട്ടോ. पहला बर्फ है ना ये साल का? पहले भी है.
ഓക്കെ ഇപ്പൊ വീണ് ഞാൻ പറയില്ല ഇന്നലെ മഴയായിരുന്നു. ഇന്നലെ മഴ പെയ്തുകൊണ്ട് ഇവിടെ മഞ്ഞ് വീഴുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സംഭവം എന്താ നോക്കിയേ, എന്തായാലും അങ്ങോട്ടും ഫുള്ള് മഞ്ഞാണെന്നാണ് പറഞ്ഞത്. അതിൽ നമുക്ക് പോയി കാണാം. ആ കിട്ടില്ല സംഭവം. നോക്കിയേ അങ്ങോട്ട് കിടക്കുന്ന നോക്കിയേ, കിടിലാവും. ആദ്യമായിട്ട് മഞ്ഞ് കാണുന്നുണ്ടാന്ന് തോന്നുന്നു. അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റിലാണ് കേട്ടോ ഞാൻ. നമ്മൾ വീണ്ടും എന്താ മേളിലോട്ട് കയറാൻ വേണ്ടി പോയപ്പോൾ അവിടെ ഫുള്ള് വീണ്ടും ഫോഗി ആയിട്ടുണ്ട് കേട്ടോ. ഒന്നും കാണാൻ പറ്റാത്തൊരവസ്ഥയിലോട്ടാണ് കേട്ടോ ഇപ്പൊ നിൽക്കുന്നത്. മാക്സിമം പൊതുക്കെ വണ്ടി ഓടിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഫുള്ള് ഫോഗിയാണ് കേട്ടോ അങ്ങോട്ട്. ഞങ്ങളിതാ ഇപ്പൊ ഇവിടെ ഒരു സ്ഥലത്ത് ഇറങ്ങാൻ വേണ്ടിട്ട് പോകണം. അവിടെ കാലെടുത്ത് വെക്കാൻ പോകുന്ന എന്റെ മഞ്ഞിനകത്തോട്ടാണ്. എന്റെ മോന് വേറെ അടിപൊളി കേട്ടോ, ഒരു രക്ഷയില്ല എന്റെ മോനെ. ജീവിതത്തിൽ ഇന്ന് വരെ ഞാൻ ഈ സിനിമയ്ക്കകത്തും റീൽസിനകത്തും അല്ലാതെ മഞ്ഞ് കണ്ടിട്ടില്ല. ആദ്യമായിട്ടാണ് കണ്ടിട്ട് ജീവിതത്തിൽ ആദ്യം മഞ്ഞ് കാണുന്നതായിട്ട് നോക്കി. അതൊരു രക്ഷയില്ല, വേറെ സീൻ തന്നെ കേട്ടോ. എൻ്റെ മോനെ മുളിനത് നടന്നാണ്ട് ഇത് നോക്കിയേ, കിടക്കുന്നൊക്കെ മഞ്ഞാണ് എൻ്റെ മോനെ. വേറെ സീൻ, ഒന്നും പറയാനില്ല. സത്യം ഇവിടെ വരുമ്പോൾ എനിക്ക് ഭയങ്കര ഇതായിരുന്നു. കാണാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ലായിരുന്നു. നദാ ടോപ്പിലോട്ട്, ഇതിപ്പോൾ നമ്മൾ നിൽക്കുന്നത് നദാ ടോപ്പിലാണ്. നദാ ടോപ്പിലോട്ട് വന്നാൽ കാണാൻ പറ്റും നമുക്ക്. ആ പട്ടാളക്കാരന്മാർ ചേട്ടന്മാരാണ് പറഞ്ഞു തന്നെ. പിന്നെ ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ട ഒരു വ്യക്തി ഇതാണ് എനിക്ക് ലിഫ്റ്റ് കയറാൻ വേണ്ടിയിട്ട് സഹായിച്ചത്. എന്നെ കണ്ട് ഞാൻ കൈ കാണിച്ചാൽ വണ്ടി നിർത്തി തന്നായിരുന്നു. അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും പെട്ടെന്ന് ഇവിടെ റീച്ച് ചെയ്യാൻ പറ്റും. നോക്കിയേ മോനെ, ഒരു രക്ഷയില്ലാത്ത സംഭവം. ഇവിടേക്ക് വരാൻ കഴിയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പാട്നി ടോപ്പ് പറഞ്ഞു. പാട്നി ടോപ്പിൽ നിന്ന് അവിടെ നിന്ന് നമ്മുടെ മാപ്പ് അവിടെ കൊടുത്തപ്പോൾ ഉണ്ട്. റൈറ്റ് സൈഡിലോട്ട് വരുന്ന വഴിക്കാണെങ്കിൽ നമ്മൾ ലെഫ്റ്റ് സൈഡിലോട്ട് കയറുന്നതാണ് നദാ ടോപ്പിലോട്ട് വരാനുള്ള വഴി. നദാ ടോപ്പിലോട്ട് വരുമ്പോൾ നമുക്കിതാ ഇവിടെ കണ്ട് ഇങ്ങനെയൊക്കെയുള്ള മഞ്ഞ് മലകളും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഈ വർഷത്തെ ഫസ്റ്റ് മഞ്ഞാണെന്നാണ് ഇവിടെ പറഞ്ഞു കേട്ടോ. എനിക്കറിയത്തില്ല, അവർ പറഞ്ഞത് ആദ്യത്തെ മഞ്ഞാണ് ഇവിടെ വന്നതെന്നാണ് പറഞ്ഞത്. ആണ്ടെ മറ്റേ ചേട്ടൻ ഇവിടെ നിന്ന് ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ മോനെ മഞ്ഞിനകത്തൂടെ തെന്നാതെ നോക്കണം, അതേ ഉള്ളൊരു പരിപാടി. ഇല്ലെങ്കിൽ നമ്മൾ ഇടിച്ച് വീഴുന്നതായിരിക്കും. സ്ലൈഡിങ് ഇല്ല, എന്തായാലും നടന്നു പോകാൻ പറ്റുന്നൊരു രീതിയിലാണ് ഇവിടെ ഇപ്പം മഞ്ഞ് കിടക്കുന്നത്. അടിപൊളി, നല്ല രസമാണ് കേട്ടോ മഞ്ഞിനകത്തോടൊക്കെ ഇങ്ങനെ നടക്കാൻ. കിടിലൻ എക്സ്പീരിയൻസ്, എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് മഞ്ഞിനകത്തോടെ ഞാനിങ്ങനെ നടന്നു പോകുന്നത്. ഓക്കെ, അതുകൊണ്ട് ഇവിടെ ചേട്ടന്മാർ മഞ്ഞിനകത്തൊക്കെ ഡാൻസ് കളിക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് ഓക്കെ, മഞ്ഞ് കോരി കളിക്കുന്നതാണ് കേട്ടോ. ഓക്കെ, अरे लखनऊ से है भाई लखनऊ वाले। लखनऊ वाला? हाँ भाई लखनऊ वाला। मैं केरला हूँ। यूपी लखनऊ। ओके भाई अपना मिल गया ब्लॉगर भाई। लखनऊ काकोरी से भाई क्या बर्फ, क्या स्नोफॉल लाइव हो रहा भाई। कैसा लगता है भाई? बहुत बेटर है यार, वेलकम भाई। मेरा फर्स्ट एक्सपीरियंस है बर्फ में। एकदम मजा आ गया। എനിക്ക് ഇവിടുന്ന് കുറച്ച് കമ്പനിക്കാരൊക്കെ കിട്ടിയിട്ടുണ്ട്. കേട്ടതല്ല യുപി അങ്ങനെയാണ് നമ്മൾ ഡാൻസ് പാട്ടും പരിപാടിയൊക്കെ ആയിട്ടാണ് ഞങ്ങൾ ഇവിടെ അടിച്ചു പൊളിച്ചോണ്ടിരിക്കുകയാണ്. മഞ്ഞിനകത്ത് തീപ്പൊരി പ്രാർത്ഥനയായിട്ടാണ് ചേട്ടന്മാരൊക്കെ ആയിട്ട്. കേട്ടോ കേട്ടോ, ഞാൻ മഞ്ഞ എടുത്തോണ്ട് വരാം. മഞ്ഞ മൊത്തം എടുക്കാം, മഞ്ഞെടുക്കാം. മഞ്ഞ കേട്ടോ ഉണ്ടായിട്ട് കേട്ടോ, പെട്ടെന്ന് കട്ടിയോട്ടെ കല്ല് പോരായിട്ട് കേട്ടോ. ഞാൻ എറിഞ്ഞു കളിക്കാം. മഞ്ഞിനകത്തിട്ട് കളിക്കുന്ന നോക്കിയാട്ടോ. അടുത്താള് എന്റെ മോനെ വീട്ടിലെ കമ്പനിക്കാരായിട്ടോ കിട്ടിയെന്നായാലും. जय श्री राम, 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 जय श्री राम। അങ്ങനെ അവിടെ മഞ്ഞിലെല്ലാം കുത്തി പറഞ്ഞിട്ട് താണ്ട വീണ്ടും തറയിലോട്ട് ഇറങ്ങുകയാണ്. ഞങ്ങൾ വണ്ടിയിൽ കയറി അതുകൊണ്ട് എല്ലാവരും ഉണ്ട്. ഞങ്ങൾ തറയിലോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആ ചേട്ടന്മാർ കമ്പനിയായിരുന്നു കേട്ടോ, ഭയങ്കര കമ്പനിയായിരുന്നു. ഡാൻസും പാട്ടും ഒക്കെ ആയിട്ട് അടിപൊളി, ഒരു രക്ഷയില്ല. പിന്നെതാ ഇപ്പം എന്തായാലും നമ്മൾ ഇവരുടെ കൂടെ അല്ലാതെ നമുക്ക് തറയിലോട്ട് ഇറങ്ങാൻ വേറെ മാർഗ്ഗമില്ല. നമ്മളതുകൊണ്ട് നേരെ തറയിലോട്ട് പോവുകയാണ് ഇവരുടെ കൂടെ. അങ്ങനെ നമ്മളെ കൊണ്ടുവന്ന ചേട്ടന്മാർ താണ്ട തറയിൽ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. ഞാൻ നിന്നിരുന്ന റൂം അവിടെ ആയിരുന്നു, അവിടെ ആയിട്ടാണ് നമുക്ക് പോകേണ്ടത്.
ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ വേണ്ട പാട്നി ടോപ്പിൽ രാവിലെ എണ്ണീറ്റപ്പോൾ വേണ്ട ഇത് നോക്കി. ഇന്നലെ രാത്രി ഒരു കുഴപ്പമില്ലാത്ത സ്ഥലത്ത് ഇത് നോക്കിയാൽ ഫുള്ളും മഞ്ഞ്. അതുകൊണ്ട് ഇപ്പോഴും മഞ്ഞ് പെയ്തോണ്ടിരിക്കുക കേട്ടോ. വേണ്ടേ ഞാൻ കാണിച്ചു തരാം. ഇതുണ്ടോ എൻ്റെ ദേഹത്തോട്ട് വന്ന് വീഴുന്നത് കേട്ടോ, മഞ്ഞ് വന്ന് വീഴുന്നുണ്ടോ. ഇന്നലെ രാത്രി ഫുള്ള് മഴയായിരുന്നു. അപ്പോഴേ ഇവിടുന്ന് പറഞ്ഞായിരുന്നു രാവിലെ ആകുമ്പോഴത്തേക്ക് ഇവിടെ മഞ്ഞായിരിക്കുമെന്ന്. പക്ഷേ ഇത്രയും കാണുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അത് നോക്കി അതിൻ്റെ റൂഫിലും വേണ്ട ഈ മരത്തിലും ഇവിടെ എല്ലാം കണ്ട ഫുള്ള് വേണ്ട മഞ്ഞ് കിടക്കുക കണ്ടോ. എത്ര ഡെപ്തിലാണ് മഞ്ഞ് കിടക്കുന്നതെന്ന് നോക്കിയാണ്ടേ. ഇതുണ്ടോ ഇത്രയും ഹൈറ്റിൽ മഞ്ഞ്. അപ്പോൾ അതാ എനിക്കിവിടെ കുറച്ച് കമ്പനിക്കാരൊക്കെ ഉണ്ടാണ്ട് ഈ ഹോട്ടലിലെ നടത്തിപ്പുകാരൊക്കെയാണ് കേട്ടോ ഇവർ. വേണ്ടേ ഫുള്ള് മഞ്ഞ് ചെയ്തോണ്ടിരിക്കും. ഇതൊക്കെ ദേഹത്തൊക്കെ നോക്കിയാൽ ഫുള്ള് മഞ്ഞാണ്. ആണ്ടെ അതേപോലെ തന്നെ മുന്നേ പട്നി ടോപ്പിൽ വരുന്നവർക്ക് ആണ്ടെ സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയൊരു സ്ഥലമാണ് കേട്ടോ ഈ ഗ്രീൻലാൻഡ് ഹോട്ടൽ. ഞാനിപ്പോൾ നിൽക്കുന്ന ഇവിടെയാണ്. ഞാനിങ്ങനെ ട്രിപ്പിനൊക്കെ വരുന്നതുകൊണ്ട് തന്നെ എനിക്ക് അത്യാവശ്യം നല്ല രീതിക്ക് റേറ്റ് എല്ലാം കുറച്ചാണ് ഇവർ തന്നത്. അതുമാത്രമല്ല ഓൾറെഡി തന്നെ അവരുടെ റേറ്റും കാര്യങ്ങളെല്ലാം നല്ല കുറവും കാര്യങ്ങളൊക്കെയാണ്. ഞാൻ ഇവരുടെ കോൺടാക്ട് നമ്പർ ഷെയർ ചെയ്തേക്കാം. വരുന്നവർക്ക് ഇവിടെ താമസിക്കാനൊക്കെ നല്ല സൗകര്യവും കാര്യങ്ങളും എല്ലാം ഒരുക്കി. അത്യാവശ്യം നല്ല റൂമുകളും കാര്യങ്ങളും എല്ലാം ആണ് കേട്ടോ. അതേപോലെ തന്നെ ഇവിടുത്തെ സർവീസും കാര്യങ്ങളെല്ലാം ബെറ്ററാണ്. കാര്യം നോക്കിയേ നല്ലൊരു വ്യൂ ആണ് കണ്ട് ഇവിടുന്ന് കാണാൻ പറ്റുന്നതൊക്കെ. നോക്കിയേ മഞ്ഞ പെയ്ത് കിടക്കുന്ന ഇത് നോക്കിയേ അടിപൊളിയാണ് കേട്ടോ. ഇന്നലെ കൊണ്ട് പെയ്ത മഞ്ഞാണ് ഇത് മൊത്തം. കണ്ടോ മഞ്ഞ് കളിക്കുന്ന അങ്ങനെതാ കണ്ടോ മഞ്ഞ് നല്ല രീതിക്ക് പെയ്തോണ്ടിരിക്കുക കണ്ടോ. നോക്കിയേ ഇതാണ് ഇവിടുത്തെ അവസ്ഥ. കൊള്ളാല്ലേ അടിപൊളി അവസ്ഥ. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു അവസ്ഥയിൽ നിൽക്കുന്നത്. കാര്യം ഇന്നലെ ഞാൻ കിടന്നുറങ്ങുന്നിടം വരെ ഒരു കാര്യവും ഞാൻ അറിഞ്ഞിട്ടില്ല. പക്ഷെ രാവിലെ എണീറ്റ് പുറത്തോട്ടിറങ്ങിയപ്പോൾ ഇതാ കാണുന്നതാ ഇതാണ് മഞ്ഞ്, ഫുള്ള് മഞ്ഞ്. ഇപ്പം എന്തായാലും നല്ലപോലെ സ്നോഫാൾ കൂടിയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് നോക്കിയേ വേണ്ട വീഴുന്ന വേണ്ട. ഒന്ന് പുറത്തോട്ട് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതാ ഇത് കണ്ടോ ഇതാണ് അവസ്ഥ. വേണ്ട എൻ്റെ കയ്യിലോട്ട് നോക്കിയാൽ ജാക്കറ്റിലോട്ട് നോക്കി ജസ്റ്റ് ഒന്ന് പുറത്തോട്ട് ഇറങ്ങിയതേ ഉള്ളൂ. ഇതാ ഇതുണ്ട് മഞ്ഞ് നല്ല രീതിക്ക് വീഴുന്നുണ്ട് കേട്ടോ. ഇപ്പം അങ്ങനെ സ്നോഫാളും കണ്ടു. ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു കേട്ടോ സ്നോഫാളൊക്കെ ഒന്ന് അനുഭവിക്കണമെന്നുള്ള. അതിന് വേണ്ടിയിട്ട് എന്തായാലും നമ്മൾ നല്ല കൃത്യസമയത്ത് കൃത്യസ്ഥലത്ത് കൃത്യ ടൈമിൽ തന്നെ എത്തി എന്നുള്ളതാണ്. മഞ്ഞത്തുനിന്ന് കയറിയിട്ട് ഇതാ ഇതണ്ട ഇങ്ങനെ കുലുക്കി കുലുക്കി കളയുമ്പോൾ എൻ്റെ വേണ്ട അത് പോകുന്നില്ല. ഓക്കെ ഫുള്ള് മഞ്ഞാണ് കേട്ടോ ഇവിടെ. ഓക്കെ ഫുള്ള് മഞ്ഞാണ്. നല്ല അടിപൊളി സീനറി. ഇതാ നമ്മൾ നിൽക്കുന്ന റിസോർട്ടിൻ്റെ ബാക്ക് സൈഡാണ് കേട്ടോ. ഇത് നോക്കിയേ ഫുള്ള് മഞ്ഞ് വീണ് എല്ലാം അങ്ങോട്ടും ഫുള്ള് മഞ്ഞ് വീണ് കിടക്കുക കേട്ടോ. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ, ഒന്നും പറയാനില്ല. അങ്ങനെ മഞ്ഞും സ്നോഫോളും എല്ലാം കണ്ടിട്ട് നമ്മൾ ഇനി അടുത്ത പോകാൻ പോകുന്നത് കാശ്മീരിലേക്കാണ്, ശ്രീനഗറിലേക്കാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഇനി കാണുന്നവരേക്കും ബായ്.